ഈ ആകാശ് എന്ന വ്യക്തി KSUവിന്റെ നേതാവാണെന്നും ഇയാൾ 2 കിലോ കഞ്ചാവ് പൊസിഷനിൽ വെച്ച ആളാണെന്നും ഇയാളുടെ ത്രാസ് ഉൾപ്പെടെയുള്ളത് ഇദ്ദേഹത്തിന്റെ റൂമിൽ ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ച് ഒരു വാക്ക് പോലും ഇതിലില്ല. ഇത് മാതൃഭൂമിയുടെ അവസ്ഥ. മറ്റൊന്ന് ചന്ദ്രികയാണ്. ചന്ദ്രികയോട് പ്രത്യേകിച്ച് പ്രഖ്യാപനം നടത്തേണ്ട അവരുടെ അജണ്ട ഞങ്ങൾക്കറിയാം. പക്ഷെ എന്താ അതിലെ വാർത്ത കൊടുക്കുമ്പോൾ സത്യം കൊണ്ട് കണ്ടേ. ഹോസ്റ്റലിൽ കഞ്ചാവ് വേട്ട, SFI നേതാവ് അടക്കം 3 പേർ പിടിയിൽ. അടുത്തത് മംഗളമാണ്, 3 SFIക്കാർ അറസ്റ്റിൽ. ഇതാണ് വാർത്ത. ഇതാ 3 SFIക്കാർ അറസ്റ്റിൽ. മലയാള മനോരമയാണ് ഇതിലേറെ വ്യത്യസ്തമായി നിൽക്കുന്നത്. പിടിച്ചത് 2 കിലോ, പ്രതികളിൽ SFI നേതാവ്. ഇതിൽ എന്താണ് സത്യമുള്ളത്? 2 കിലോ കഞ്ചാവുമായി ബന്ധപ്പെട്ട് മനോരമ കൊടുത്തിട്ടുള്ള വാർത്തയുമായി ബന്ധപ്പെട്ട് എന്തിലാണ് സത്യമുള്ളത്? ഇവിടെ പിടിക്കപ്പെട്ട ആഷിഖും അതിനെ തുടർന്ന് ഇന്നിവിടെ പിടിക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ പേരും 3 പേരെ ഇന്നിപ്പോ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കുന്ന 3 പേരും KSUവിന്റെ നേതാക്കന്മാരാണ്. ഒരു വാർത്ത കൊണ്ട്, ഒരക്ഷരം കൊണ്ട് നിങ്ങളൊന്ന് അതിനെ വിമർശിക്കാൻ തയ്യാറായോ? ഒരക്ഷരം കൊണ്ട് ഒരിക്കലെങ്കിലും നിങ്ങൾ അതിന് തയ്യാറായോ? ഇതാ ചിത്രങ്ങൾ സഹിതം നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിലുണ്ട്. നിങ്ങൾ കൊടുത്തിട്ടില്ല. ഇതാ അവരെല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ. ഈ ഫോട്ടോ ഇന്നലെ ചിലരുടെ ആവശ്യം ഫോട്ടോ ആയിരുന്നു. KSU പ്രവർത്തകനായ സമീർ, ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള മുൻ യൂണിറ്റ് സെക്രട്ടറി ഷാലിഖ്, ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ള ആഷിഖ്, KSU ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥി അനസ്, ഇന്നലെ പ്രസ് മീറ്റ് വിളിച്ച ആള്, ഇവരെല്ലാം ഒരുമിച്ചിരിക്കുന്ന KSUവിന്റെ അവിടുത്തെ മീറ്റിംഗിന്റെ ഫോട്ടോ. ഇതൊന്ന്. ഇതാ ഇപ്പൊ അറസ്റ്റിലായ കിലോ കണക്കിന് കഞ്ചാവുമായി ബന്ധപ്പെട്ട് ഓടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് അറസ്റ്റിലായ ഷാനിഖ്, KSUവിന്റെ മെമ്പർഷിപ്പ് ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ ഫോട്ടോ, അത് ഏറ്റുവാങ്ങുന്നതിന്റെ ഫോട്ടോ. കൂടെ ആരൊക്കെ ഉണ്ട് എന്ന് കൂടി നിങ്ങൾ പരിശോധിക്കണം ആ ഫോട്ടോയിൽ. അതുകൂടി ഞാൻ പറയാം. ആ ഫോട്ടോയുടെ ബാക്കി. ആ ഫോട്ടോയിലുള്ള ഈ വെള്ള ഷർട്ടുകാരൻ KSUവിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ജിഷ്ണു, അതിന് തൊട്ടപ്പുറത്തുള്ള ആള് KSUവിന്റെ ജില്ലാ സെക്രട്ടറി, ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ഷാലിഖ്. ഇതിനപ്പുറത്തേക്ക് മറ്റെന്താണ് നിങ്ങൾക്ക് ആവശ്യം? ഒരക്ഷരം കൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും മുൻ വിദ്യാർത്ഥി, പൂർവ്വ വിദ്യാർത്ഥി എന്നല്ലാതെ മാധ്യമങ്ങളൊന്ന് പറയാൻ തയ്യാറായോ? നിങ്ങൾക്ക് അജണ്ടയുണ്ട്, നിങ്ങൾ പക്ഷപാതപരമാണ്, നിങ്ങൾ നിഷ്പക്ഷരെന്ന് ചമഞ്ഞ് ഇടതുവിരുദ്ധത ഈ നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങേയറ്റം പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അതിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുകയാണ്. അങ്ങേയറ്റം പ്രതിഷേധം. ആ പ്രതിഷേധം സ്വാഭാവികമായിട്ടും നീതിയുക്തമായി ഒരു കാര്യത്തെ സമീപിക്കുന്നതിൽ മാധ്യമധർമ്മം മറന്നുകൊണ്ട് നിങ്ങൾ ഇടപെട്ടു. അതിലവിടെ കഴിഞ്ഞോ? അവിടെയും കഴിയുന്നില്ല. KSUവിന്റെ കേരളത്തിലെമ്പാടുമുള്ള KSUവിന്റെ നേതാക്കന്മാർ ഇപ്പോൾ യാത്രയിലാണ്. ആ യാത്രയുടെ പ്രത്യേകത എന്താ? ആ യാത്രയുമായി ബന്ധപ്പെട്ട എന്താണ് പ്രത്യേകത? ആ യാത്ര ഇപ്പൊ നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? ആ യാത്ര നടത്തി എറണാകുളത്തെത്തിയപ്പോ തൃശൂർ ജില്ലാ പ്രസിഡന്റും ഡിസോൺ കലോത്സവത്തിൽ SFIക്കാരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ള തൃശൂർ ജില്ലാ പ്രസിഡന്റ് KSUവിന്റെ ഗോകുൽ ഗുരുവായൂർ എന്ന് പറഞ്ഞ ആളുടെ കൂടെ നിൽക്കുന്ന ആളാരാണ്? കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അറിയില്ലേ? മരട് അനീഷിനെ നിങ്ങൾക്ക് അറിയോ? മരട് അനീഷിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. ന്യൂസ് അവർ ഡിബേറ്റ് വരെ നടത്തിയ കേരളമാണ്. ന്യൂസ് അവർ ഡിബേറ്റ് നടത്തി മരട് അനീഷിനെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്തില്ലേ? മരട് അനീഷ് ആരാണ്? മരട് അനീഷ് ഈ നാട്ടിൽ നടത്തുന്നത് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്? കൊട്ടേഷൻ, ഭൂമാഫിയ, ലഹരി മയക്കുമരുന്ന് കേസുകളിൽ മുഖ്യ പ്രതിയായിട്ടുള്ള ഇയാൾ എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകന്റെ ഉച്ച ചങ്ങാതിയാവുന്നത്? അതും KSUവിന്റെ ജാഥ എറണാകുളം ജില്ലയിൽ എത്തിയപ്പോഴായിരുന്നില്ല ഈ ഫോട്ടോ പുറത്തു വന്നത്? അതേ സമയത്തല്ലേ KSUവിന്റെ നേതാക്കന്മാരിൽ നിന്ന് ഇത് പിടിക്കപ്പെട്ടത്? ഇന്നലെ രാവിലെ തൊട്ട് ഇപ്പൊ നിങ്ങളുടെ പല ചോദ്യങ്ങളും പലരോടും ഞങ്ങൾ കേട്ടു. ഇതിൽ രാഷ്ട്രീയമുണ്ടോ? എന്താ പ്രശ്നം? രാവിലെ 8 മണി തൊട്ട് നിങ്ങൾ SFI എന്ന് പറഞ്ഞു തുടങ്ങി. 8 മണി തൊട്ട്. ഉച്ചയ്ക്ക് ശേഷം KSUവിന്റെ നേതാക്കന്മാർ പിടിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോ യൂട്ടേൺ എടുത്തു നിങ്ങളും KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റും ഉൾപ്പെടെ. എന്താ എടുത്തത്? ഇത് രാഷ്ട്രീയമില്ല, ഒരു രാഷ്ട്രീയമില്ല. നിങ്ങൾ പിന്നീട് എന്താക്കിയത്? പൂർവ്വ വിദ്യാർത്ഥിയാക്കി, വിദ്യാർത്ഥികളാക്കി. അതുവരെ SFIയെ നിങ്ങൾ ആക്രമിച്ചു. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം SFIയുടെ സംസ്ഥാന ഭാരവാഹികൾ എന്ന നിലയിൽ ഞങ്ങൾ വിശദീകരിച്ചല്ലോ. ഞങ്ങൾ അതിൽ കൃത്യമായി നിലപാടെടുത്തല്ലോ. നിലപാട് ചോദിക്കാൻ പോലും നിങ്ങൾ ചെന്നോ? അത് ചെന്നില്ല എന്ന് മാത്രമല്ല, ഏറ്റവും വലിയ വിരോധാഭാസം എന്ന നിലയിൽ നിങ്ങൾ ചില വസ്തുതകൾ മറച്ചു പിടിക്കാൻ ബോധപൂർവമായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് രാവിലെ പൂർണ്ണമായി നിങ്ങൾ അസത്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. ആ അസത്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്നാ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ.